എന്താണ് ഈ എക്സാമിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിന്റെ സിലബസ് ഏത്? സോ അത് ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് സെക്കൻഡ് ഡേയിൽ ഞാൻ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസും അതിന്റെ സ്ഥാപകരുമാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി ടെക്നിക്കൽ എക്സാംസിന്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടെക്നിക്കൽ എക്സാമിനേഷൻ ആയിട്ടുള്ള RRB JEE പറ്റിയിട്ടാണ്. RRB JEE നോട്ടിഫിക്കേഷൻ 2024 ജൂലൈ ടു സെപ്റ്റംബറിന്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ RRB JEE എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ആക്ച്വലി സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് RRB JEE എക്സാമിനേഷൻ? ഈ എക്സാമിനേഷന് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ബൈ ഡേ ആയിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു വീഡിയോ അല്ല. അതിന് പകരം എന്താണ് ഈ എക്സാമിനേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിന്റെ സിലബസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ വെയിറ്റേജ് വരുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കാലിബറിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ് വേണ്ടതെങ്കിൽ അത് നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് RRB JEE എക്സാമിനേഷൻ എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ JEE എക്സാമിനേഷൻ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ ആണ്. എഞ്ചിനീയറിംഗ് പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ ആണ് JEE എക്സാമിനേഷൻ, എല്ലാവർക്കും അറിയാം. സോ RRB നടത്തുന്ന, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ വരുന്ന ജൂനിയർ എഞ്ചിനീയർ തസ്തികകളാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് വർക്ക്സിലേക്കാണ് ഈ പോസ്റ്റുകളിൽ നിന്നും ഉള്ള സാധാരണ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് കംപ്ലീറ്റ്ലി റെയിൽവേയുടെ കീഴിൽ വരുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ റെയിൽവേയുടെ ഒരുപാട് ബെനിഫിറ്റ്സും അലോവൻസസും ഉള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു പോസ്റ്റാണ് RRB JEE എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സാമിനേഷൻ പ്രധാനമായിട്ടും 2-3 സ്റ്റേജസിലൂടെയാണ്, CBT 1ഉം CBT 2ഉം. അതിനുശേഷം നമ്മുടെ മെഡിക്കൽ വെരിഫിക്കേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും, മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ജോലിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ ആണ്. സോ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോസ്റ്റുകളിലേക്കാണ് സാധാരണ ഈ നോട്ടിഫിക്കേഷനിലൂടെയുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ അതിൽ എന്താണ് മെക്കാനിക്കൽ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. റെയിൽവേയുടെ മൊത്തമായിട്ടുള്ള നടത്തിപ്പിന്റെ മെക്കാനിക്കൽ ആസ്പെക്ട്സിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ജോലികളാണ് ജൂനിയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ചെയ്യേണ്ടതായിട്ട് വരിക. സോ അതായത് മെക്കാനിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ്റനൻസും അതുപോലെ തന്നെ അവയുടെ മോണിറ്ററിംഗ് ഒക്കെ ആയിരിക്കും മെക്കാനിക്കൽ ജൂനിയർ എഞ്ചിനീയേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി അതേസമയം സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ കൂടുതലും ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ട്, കൂടുതലും മേ ബി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ലേ ചെയ്യുന്നതും അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ മൊത്തത്തിലുള്ള മോണിറ്ററിങ്ങും അതുപോലെയുള്ള മാനേജ്മെന്റും ഒക്കെ ആയിരിക്കും റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ ഇൻ സിവിൽ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക്കൽ ജൂനിയർ എഞ്ചിനീയേഴ്സ് ആണ്. സോ റെയിൽവേയുടെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റംസിന്റെ മോണിറ്ററിങ്ങും കാര്യങ്ങളും അതിന്റെ ഓപ്പറേഷൻസും മെയിൻ്റനൻസും ഒക്കെയാണ് ജൂനിയർ എഞ്ചിനീയർ ഇൻ ഇലക്ട്രിക്കൽസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആണ്. സോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം അല്ലെ, ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ തന്നെ റെയിൽവേയിൽ ഇലക്ട്രോണിക്സിന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് കൂടുതലും കൺട്രോൾ സിസ്റ്റംസിലേക്ക് ഒക്കെ ആയിരിക്കും. സോ സിഗ്നലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺട്രോൾ സിസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് റെയിൽവേയിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്ന 2 പോസ്റ്റുകൾ എന്ന് പറയുന്നത് CMAയും അതുപോലെ തന്നെ DMSഉം ആണ്. ഇത് ഡിപ്പോ മെറ്റീരിയൽ സൂപ്പറിൻറ്റൻഡന്റും അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റും ആണ്. സോ DMSന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേയിലെ ഡിപ്പോകളിലൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാവും അല്ലെ, ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സപ്ലൈസ് ഉണ്ടായിരിക്കും. ആ സപ്ലൈകളുടെ ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസും അതിന്റെ സംബന്ധിച്ചിട്ടുള്ള
കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നു എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഈ DMSന്റെ ജോലി. സോ ഇൻവെന്ററി സപ്ലൈയും ഇൻവെന്ററിയുടെ മാനേജ്മെന്റും കറക്റ്റ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ് DMSന്റെ ജോലിയായിട്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ CMA ആണ്. സോ ബേസിക്കലി മെറ്റലർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ പ്രോസസ് ഒക്കെ, അപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗും അങ്ങനെയുള്ള പോസ്റ്റുകളിൽ നിന്നൊക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജോലികളിൽ നമ്മൾ പറയാനായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയതുകൊണ്ട് തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡെഫിനറ്റ്ലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിരിക്കും. പക്ഷേ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് മാത്രമല്ല, എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉള്ള ഏതൊരാൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, കംപ്ലീഷന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡെഫിനറ്റ്ലി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ നോർമലി സാധാരണ വിളിക്കാറ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സും സിവിൽ എഞ്ചിനീയേഴ്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും പിന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സും ആണ്. ചില കേസിൽ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി എഞ്ചിനീയേഴ്സിനെയും, അത് പോസ്റ്റിനനുസരിച്ചിട്ട് പോസ്റ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഓരോ ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നിന്നാണ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ ഏജ് ലിമിറ്റ് ആണ്. സോ ബേസിക്കലി 18 to 33 ഇയേഴ്സ് ആണ്. ഇതിന് മുമ്പ് 33 ഇയേഴ്സ് തന്നെയാണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ 33 ഇയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം 33 ഇയേഴ്സിന് ശേഷമുള്ളവർക്കും ചിലപ്പം അപ്ലൈ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊരു ജനറൽ അല്ല, നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അത് ഗവൺമെന്റിന്റെ നോംസ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് കയ്യിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷന്റെ സമയത്ത്. ഇനിയാണ് നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്. സോ സ്ട്രാറ്റജിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എക്സാമിനേഷന്റെ പാറ്റേൺ എന്താണ് എന്നാണ്, അല്ലെ? സോ ഇവിടെ 4 സ്റ്റേജസ് ആണ്. അതിൽ 2 സ്റ്റേജസ് ആണ് എക്സാം ഉള്ളൂ, മറ്റത് രണ്ടും വെരിഫിക്കേഷൻ മാത്രമാണ് വരുന്നുള്ളൂ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് സ്റ്റേജ് 1 ഓഫ് CBT ആൻഡ് സ്റ്റേജ് 2 ഓഫ് CBT ആണ്. റെയിൽവേയുടെ എക്സാമിനേഷൻസ് മൊത്തം നടക്കുന്നത് ഫസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം പോലെ ആയിരിക്കും. അതിനെ നമ്മൾ CBT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് റെയിൽവേയുടെ എക്സാംസിൽ പറയുന്നത്. SSCയുടെയിൽ നമ്മൾ CBE എന്ന് പറയും, അല്ലെ? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നാണ് പറയുന്നത്. ഇവിടെ CBT 1 and 2 എന്ന് പറയുന്നത് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, രണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാനും സോൾവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാംസോ അല്ലെങ്കിൽ ലെങ്തി ആൻസേഴ്സ് എഴുതേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ്. അപ്പോൾ ഈ 2 എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ CBT ഫസ്റ്റ് സ്റ്റേജിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ അതിന്റെ സ്കീമാണ്. അപ്പോൾ ഇവിടെ 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്, അല്ലേ? സോ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ജനറൽ സയൻസിനും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിനുമാണ്. എന്നാൽ ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നത് ജനറൽ അവയർനെസ്സിനാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വെയിറ്റേജിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക, അല്ലേ? അപ്പോൾ മാത്സിന് ഏറ്റവും വെയിറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് മാത്സിന് കൊടുക്കുന്ന നല്ല സമയമായിരിക്കും. GAക്ക് ഏറ്റവും കുറവാണ് വെയിറ്റേജ് എങ്കിൽ നിങ്ങൾ അതിന് കുറച്ച് സമയമായിരിക്കും കൊടുക്കുക. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് റെയിൽവേയുടെ ഈ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ CBT 1 മാത്രം ക്ലിയർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല, അല്ലേ? CBT 2 കൂടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CBT 2 പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ആ സ്ലൈഡിൽ കാണുമ്പോൾ മനസ്സിലാവുക, ഈ ജനറൽ അവയർനെസ് മാത്രമാണ് ഇതേ വെയിറ്റേജോട് കൂടി നിങ്ങളുടെ CBT 2 വരുന്നുള്ളൂ. ഓക്കെ, സോ അപ്പോൾ അവിടേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ബാക്കിയുള്ള സബ്ജക്ട്സ്, ഇപ്പോൾ ജനറൽ സയൻസ് ഉണ്ട്, അത് ഡിവൈഡഡ് ആയിട്ട് വരും. പക്ഷെ മാത്സോ റീസണിങ്ങോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആവുന്നേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ആവശ്യം വരുന്നില്ല. സോ ഫസ്റ്റത്തെ സ്റ്റേജിൽ നിന്നും സെക്കൻഡ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റുന്നത് ജനറൽ അവയർനെസ് മാത്രമാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അതിന് ടൈം കുറച്ച് കാണരുത്. കുറച്ചല്ലേ ഉള്ളൂ എന്ന് ഓർത്തിട്ട് നിങ്ങൾ അതിന്റെ വാല്യൂ കുറച്ച് കാണരുത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. 15 മാർക്സേ ഉള്ളൂ. സോ പെട്ടെന്ന് ആൻസർ കിട്ടും. ജനറൽ അവയർനെസ് ആണ്, റഫ് വർക്ക് ഒന്നും ആവശ്യമില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു സബ്ജക്റ്റ് ആണ്, അല്ലേ?
അപ്പോൾ ഇങ്ങനെയാണ് വെയിറ്റേജ് വരുന്നത്. ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്നുള്ള രീതിയിലാണ് മാർക്ക് അലോക്കേഷൻ വരുന്നത്. ആൻഡ് 1.5 മണിക്കൂറിലേക്കാണ് എക്സാം വരുന്നത് കേട്ടോ. സോ അപ്പോൾ 100 മാർക്കിന്റെ എക്സാം 1.5 മണിക്കൂറിലാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജിന്റെ വെയിറ്റേജ് ആണ് പറയുന്നത്. അപ്പോൾ വെയിറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒഫീഷ്യലി നമുക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എക്സാമിനേഷൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് വെയിറ്റേജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വെയിറ്റേജ് ആണ് കേട്ടോ. സോ അപ്പോൾ ഇതൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല. നമ്മൾ ഇതാണ് സാധാരണ റെയിൽവേയുടെ എക്സാംസിൽ ഇങ്ങനെയാണ് വെയിറ്റേജ് വരിക, സ്പെഷ്യലി ഫോർ ജൂനിയർ എഞ്ചിനീയർ. ഓക്കെ, സോ ആ രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ മെൻസറേഷനിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതാ ഇവിടെ ആൽജിബ്ര നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇത്തിരി കൂടി വെയിറ്റേജ് കുറഞ്ഞ് വന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽജിബ്ര ആൻഡ് ജിയോമെട്രി ആണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. വെയിറ്റേജ് കുറവ് അനുസരിച്ച് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതാ ഇവിടെ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്. അതിൽ തന്നെ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ് ഒക്കെ സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന സബ് ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പ്രതീക്ഷിക്കുന്ന വെയിറ്റേജ് നമുക്ക് വരുന്നത്. ഇനി മെൻസുറേഷനും പിന്നെ ഏരിയാസ് ആൻഡ് വോള്യൂംസും ആൽജിബ്ര ജിയോമെട്രി ഒക്കെ വെയിറ്റേജ് കൂടുതൽ ഉണ്ടെന്ന് പറയാൻ കാരണം തന്നെ വാസ്റ്റ് സിലബസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ക്വസ്റ്റ്യൻ്റെ ലെവൽ എങ്ങനെയാണ് വരുന്നതെന്ന്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സോ അപ്പോൾ അതിനകത്ത് വെയിറ്റേജ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതലും കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന് നല്ല വെയിറ്റേജ് ഉണ്ട്. അത് പൊതുവേ റെയിൽവേയുടെ ഒരുവിധം എല്ലാ എക്സാംസിലും കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന് നല്ല വെയിറ്റേജ് വരാറുണ്ട്. പിന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അനാലിറ്റിക്കൽ റീസണിങ്ങും അതുപോലെ തന്നെ ഈ പസിൽസ് ഒക്കെ പോലെ ഡേറ്റ സഫിഷ്യൻസി പോലെയുള്ള ടോപ്പിക്സ് ആണ്. അതിലൊക്കെ അത്യാവശ്യം വെയിറ്റേജ് വരാറുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ടുള്ള അനാലജീസും അതുപോലെ തന്നെ എളുപ്പമായിട്ടുള്ള ജംബ്ലിങ്ങും, അപ്പോൾ ഇതിനും ഒക്കെ ഏകദേശം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ജംബ്ലിങ്ങിൽ നിന്ന് അത്രയ്ക്ക് വരാറില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഒത്തിരി അങ്ങ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അപ്രോക്സിമേറ്റ് വെയിറ്റേജ് വരുന്നത്. അടുത്തത് ജി എയുടെ ആണ്. ജി എയിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് കറണ്ട് അഫയേഴ്സിന് തന്നെയായിരിക്കും അല്ലേ. സോ ബാക്കി എല്ലാത്തിനും ഓൾമോസ്റ്റ് ഒരുപോലെയാണ് വെയിറ്റേജ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മുടെ CBT 1ന്റെ ക്വാളിഫയിങ് മാർക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. CBT 1ന്റെ ക്വാളിഫയിങ് മാർക്സ് എന്ന് പറയുന്നത് ഏകദേശം അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 40% മാർക്സ് ആണ്. എന്ന് കരുതി 40 മാർക്കുള്ള എല്ലാവരെയും റെയിൽവേ സെക്കൻഡ് സ്റ്റേജിലേക്ക് സെലക്ട് ചെയ്യും ഇല്ല. സോ നമ്മുടെ കട്ട് ഓഫ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. എത്ര വേക്കൻസീസ് ആണ് അനൗൺസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്രയധികം പാർട്ടിസിപ്പൻസ് ആണ് ഓരോ വേക്കൻസീസിലേക്കും അപ്ലൈ ചെയ്യുന്നത്, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കട്ട് ഓഫ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ ഓരോ റീജിയനും വേറെ വേറെ കട്ട് ഓഫ് ആയിരിക്കും, എല്ലാവർക്കും അറിയാമല്ലോ. സോ മിനിമം 40%. അപ്പം നിങ്ങൾ എയിം ചെയ്യേണ്ടത് മിനിമം 40% പാസ് മാർക്കിനല്ല, നിങ്ങൾ എയിം ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 40 എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇറേസ് ചെയ്ത് തരാം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. മിനിമം ഇത്രയും ഇൻഫർമേഷൻ ആയിട്ട് എടുത്താൽ മതി. ഇത് എയിം ചെയ്തിട്ട് ആരും പഠിക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് CBT ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സ്റ്റേജ് CBTയിൽ ഫസ്റ്റിൽ നിന്നും നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് നമ്മുടെ ജനറൽ അവയർനെസ് ആണ് അല്ലേ. സോ ആ ജനറൽ അവയർനെസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാകും അവിടെ നിന്നുള്ള പ്രിപ്പറേഷൻ ഇവിടേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ സയൻസ് ഉണ്ട്, പക്ഷെ അതിനെ സ്പ്ലിറ്റ് ആക്കി. അതായത് നേരത്തെ ജനറൽ സയൻസ് എന്ന് ഒറ്റ സബ്ജക്റ്റ് ആയിരുന്നു, ഇവിടെ അതിന് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സെപ്പറേറ്റ്, ആൻഡ് ഇവിടെ ലൈഫ് സയൻസസിന് പകരം എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ്, ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല, പക്ഷേ ബയോളജിയിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫറൻസസ് വരും. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഇത്രയും ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്സ് ഉണ്ട്, പക്ഷെ ഇതിന്റെ ടോട്ടൽ വെയിറ്റേജ് എത്രയാണെന്ന് അറിയാമോ? ഇതെല്ലാം കൂടെ ആകെ 50 മാർക്കേ ഉള്ളൂ. നിങ്ങളുടെ
100 മാർക്ക് വരുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റീസിനാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ ആണ് അല്ലേ? സോ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ അറിയാത്തവരെ ജൂനിയർ എഞ്ചിനീയേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്താൽ ശരിയാവില്ലല്ലോ. സോ ഇവിടെ 100 മാർക്കിനാണ് നിങ്ങളുടെ ടെക്നിക്കൽ എബിലിറ്റീസ് വരുന്നത്. നിങ്ങൾ ഏത് സ്ട്രീമാണോ, ഏതാണോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ നേരത്തെ 1.5 മണിക്കൂറും 100 മാർക്കും, ഇവിടെ 150 മാർക്കും 2 മണിക്കൂറും. ഇതാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT. സോ CBT 1ഉം CBT 2ഉം എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആയല്ലോ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് CBT 1ന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യരുത്. നിങ്ങൾ CBT 1ന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളൂ, പക്ഷേ കീപ് CBT 2 ഓൾസോ ഇൻ യുവർ മൈൻഡ്. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ജനറൽ അവയർനെസ് ഞാൻ ഇവിടെ കുറച്ച് വെയിറ്റേജേ ഉള്ളൂ, ഞാനത് പഠിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. അത് സെക്കൻഡിലും ഉണ്ട്. സോ എനിക്കത് അവിടെയും ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവിടെ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തിട്ട് അതും കീപ് ദാറ്റ് ഓൾസോ ഇൻ യുവർ മൈൻഡ്. എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ഐഡിയ നമ്മളിവിടെ തരുന്നത്. ഇനിയാണ് എങ്ങനെയാണ് ഒരു നല്ല സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു ഇത് സ്പൂൺ ഫീഡിങ് ആയിട്ടുള്ള വീഡിയോ അല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. സോ ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നിങ്ങൾ ഏത് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും സിലബസുമായിട്ട് ഫെമിലിയർ ആവുക എന്ന് പറയുന്നത് തന്നെയാണ് ഡെഫിനറ്റ്ലി ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, സോ അപ്പോൾ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ആ ക്ലിയർ കട്ട് ആയിട്ടുള്ള ആ മാർക്കിങ് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കും. ഏത് സബ്ജക്റ്റിന് എത്ര വെയിറ്റേജ് ആണ് വരുന്നത് എന്നുള്ള ഐഡിയാസ് ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേണിനെ പറ്റി നല്ല ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. എക്സാം പാറ്റേൺ എങ്ങനെയാണ്? 2 സ്റ്റേജിലാണ്. ഈ സ്റ്റേജിലുള്ള സബ്ജക്റ്റ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് ഇങ്ങനെയാണ് വരിക. ഈ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളൊരു ഷെഡ്യൂൾ തയ്യാറാക്കുമ്പോൾ അത് എപ്പോഴും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. റിയലിസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എനിക്ക് എൻ്റെ കപ്പാസിറ്റി അറിയാം അല്ലേ? ഞാൻ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കും എന്ന് എനിക്ക് ഇല്ല, നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പഠിക്കുന്നത് അല്ലേ? ഐഡിയൽ ആയിട്ടല്ല നമ്മൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടത്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. സോ റിയൽ ടൈം ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എപ്പോഴും നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഓൾറെഡി മാത്സിൽ പുലിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാത്സിൽ അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? സോ ചിലപ്പോൾ അവർ GK വീക്ക് ആയിരിക്കും, അവർക്ക് അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് വേണ്ടത്. സോ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ആയിരിക്കണം നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ GK പഠിച്ച് തീർക്കും എന്ന് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് ബ്രേക്കബിൾ ആയിട്ടുള്ള, അതായത് ഒരു കംപ്ലീറ്റ് യൂണിറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ചെറിയ അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്ന ഡേ 1ൽ ഞാൻ GK പഠിക്കുമ്പോൾ ഫസ്റ്റത്തെ ദിവസം ഞാൻ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ജിയോഗ്രഫിയാണ്, സ്പെഷ്യലി റിവേഴ്സ് ആൻഡ് ഡാംസ്. സെക്കൻഡ് ഡേയിൽ ഞാൻ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഡൈനാസ്റ്റീസും അതിൻ്റെ സ്ഥാപകരുമാണ്. സോ നിങ്ങൾ അതിനെ ചെറിയ റിയലിസ്റ്റിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. സോ എപ്പോഴും അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾസ് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഒരു മാസം കൊണ്ട് ഞാൻ ഇത് മുഴുവൻ ചെയ്ത് തീർക്കാം എന്നല്ല, ഇന്നത്തെ ദിവസം ഇന്നത്തെ മണിക്കൂറിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ ഡെയിലി, വീക്ക്ലി, അവർലി പ്ലാൻ കൂടി ഉണ്ടെങ്കിൽ അതെപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. സോ നമ്മുടെ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ഗ്രാഫ് അങ്ങ് കത്തിക്കയറി പോവും, ഇച്ചിരി കഴിയുമ്പോഴേക്കും അതങ്ങ് താഴേക്ക് എത്തും അല്ലേ? സോ എപ്പോഴും നമ്മുടെ പഠിക്കുന്ന ഗ്രാഫ് ഇങ്ങനെ പോയി ഇങ്ങനെ ആവാതെ എപ്പോഴും ഒരു 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 എന്താ പറയുക, ഒരു മിനിമം ലെവലിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡീസെന്റ് ലെവൽ, ആവറേജ് ലെവലിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒത്തിരി പീക്കായി പോയി പിന്നെ താഴേക്ക് വരേണ്ട ആവശ്യമില്ല. എപ്പോഴും ഒരേ ഒരു കൺസിസ്റ്റന്റ് ലെവലിൽ കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഞാനിവിടെ സിലബസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ടെക്നിക്കൽ എബിലിറ്റീസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇത് ഓരോന്നും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്തെടുക്കാം.
ഇനി അടുത്തത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ടിപ്സ് ആണ് പറയുന്നത്. അഡീഷണൽ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് സിലബസ് ഒക്കെ കവർ ഒക്കെ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണ്. ആ കൂട്ടത്തിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഓൺലൈൻ കമ്മ്യൂണിറ്റീസും ഫോറംസും. അപ്പോൾ എന്താണ് ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റീസും ഫോറംസും ഒക്കെ? നമ്മളിപ്പം എൻട്രിയിലെ ക്ലാസ്സസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എൻട്രിയിലെ ക്ലാസ്സസിൽ നമുക്ക് ഗോൾഡ് ബാച്ചസ് ഉണ്ട്, സൂപ്പർ ഗോൾഡ് ആയിട്ടും നോർമൽ ഗോൾഡ് ആയിട്ടൊക്കെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിരിക്കും, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കാണാം, പ്രശ്നമില്ല. അതിൻ്റെ കൂടെ നമുക്ക് ലൈവ് ക്ലാസ്സസും വരുന്നുണ്ട്. സോ നമ്മൾ ലൈവ് ക്ലാസ്സസിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ്സസ് എടുക്കാറുണ്ട്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും നല്ല ടീച്ചേഴ്സാണ് ലൈവിൽ എപ്പോഴും ക്ലാസ്സസ് എടുക്കുക. സോ അതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സസിൽ പഠിച്ച കാര്യങ്ങളെ ഞാൻ കൂടുതലും ഒരു ടൈമർ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നിട്ടാണ് അവിടെ ചെയ്യിക്കുന്നത്. സോ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ റാങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, ഏത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലാണ് നിങ്ങൾ സ്റ്റംബിൾ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പിയേഴ്സും ഏത് ലെവലാണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങൾ ഡെഫിനറ്റ്ലി പുഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒന്നാമത്തെ കാര്യം. പിന്നെ സീക്ക് ഗൈഡൻസ് ഫ്രം മെന്റേഴ്സ്. സോ എല്ലാം സ്വന്തം ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യാതെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവരുടെ അടുത്ത് നിന്നും, ഓൾറെഡി ട്രെയിനിങ് ഉള്ളവരുടെ അടുത്ത് നിന്നും അവരുടെ ടിപ്സ് സ്വീകരിക്കുക, അവരുടെ അഡ്വൈസ് കേൾക്കുക. അങ്ങനെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇത്തിരി കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഇത്ര നമ്പർ ഓഫ് മന്ത്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും കാലിബർ പക്ഷേ സെയിം ആയിരിക്കും അല്ല. സോ എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കാലിബർ വെച്ച് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അതിലെപ്പോഴും നല്ല മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നും നല്ല ടിപ്സും നല്ല ഗൈഡൻസും ഒക്കെ സ്വീകരിക്കും. ഓക്കെ, പിന്നെ പറയുന്ന 2 പോയിന്റ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മോക്ക് ടെസ്റ്റുകൾ റെഗുലർ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകൾ എന്നൊക്കെ വെച്ചാൽ നമ്മുടെ ആപ്പിൽ ഉള്ളത് ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ദി ആക്ച്വൽ എക്സാം. സോ അതിൻ്റെ കൂടെ ഓരോ മോക്ക് ടെസ്റ്റിൻ്റെ കൂടെയും ഇഷ്ടംപോലെ അനാലിസിസ് റിപ്പോർട്ട് അടക്കമാണ് നമുക്ക് വരുന്നത്. സോ അപ്പോൾ അതൊക്കെ എല്ലാവരും മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. സോ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങളത് നോർമലി നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഐ ഡിഡ് വെൽ, ഞാൻ നന്നായി ചെയ്തു, അല്ലെങ്കിൽ ശരിയായില്ല. പക്ഷേ അതിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ഇത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നത്, എന്നാൽ ഈ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ഡേറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഡേറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള അനാലിസിസുകളൊന്നും നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. അതൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. അതൊക്കെ ഓരോ സെക്കൻഡും എക്സാംസിന് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇനി ലാസ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനെപ്പറ്റി ഞാൻ ഒത്തിരി ഇലാബറേറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മുടെ RRB JEE എക്സാമിനേഷൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ള ഒരു അത് നിങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ, പ്ലീസ്. അത് മാത്രം ആരും ചെയ്യരുത്. എല്ലാവരും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യൻസോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമെൻസിലൂടെ എഴുതി അറിയിക്കുക. നിങ്ങളെപ്പോലെ പഠിക്കുന്ന മറ്റുള്ളവരിലേക്കും കൂടെ ഈ വീഡിയോസ് ഒക്കെ ഒന്ന് എത്തിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.